ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണാർപ്പണമസ്തു. ഇടയ്ക്ക് 2 ആഴ്ചക്കാലത്തോളം ഒരു ഇടവേളയുണ്ടായി. സത്സംഗം തുടർന്നു പോകുന്നതിനിടയ്ക്കൊരു തടസ്സമുണ്ടായി. അത് അവധിക്കാലമല്ലേ, വെക്കേഷൻ സമയമായത് കാരണം ചില യാത്രകളും ഭവന സന്ദർശനങ്ങളും ഒക്കെ ഉണ്ടായി. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സത്സംഗങ്ങളിൽ ഒരു തടസ്സമുണ്ടായി. വീണ്ടും നമുക്ക് നമ്മുടെ ഭഗവൽ കഥകളിലേക്ക്, ഭഗവൽ ചിന്തകളിലേക്കൊക്കെ കടന്നു വരാം. ഭാഗവതം 79ാമത്തെ ഭാഗമാണ് ഇനിയും വിവരിക്കേണ്ടത്. നമ്മൾ ധ്രുവനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയായിരുന്നു മുൻപ് പ്രതിപാദിച്ച് നിർത്തിയത്. അത് വീണ്ടും തുടരുന്നതാണ്. അതിനോടൊപ്പം തന്നെ ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രം, അതിനെക്കുറിച്ച് നിത്യേന 2 വരികൾ അതിൻ്റെ അർത്ഥസഹിതം പറയാം എന്ന് കരുതുന്നു. മുൻപ് ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ അർത്ഥസഹിതം വിവരിക്കാമോ എന്ന് ചോദിച്ചിരുന്നു ചിലർ. അതും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നിത്യേന പ്രഭാതത്തിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് നമ്മുടെ ജീവിതത്തെ ധർമ്മബോധത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജീവിതത്തിൽ ഒരു ലക്ഷ്യത്തോടുകൂടി തളരാത്ത മനോബലത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വളരെ കൂടുതൽ സഹായിക്കും. ധർമ്മം, ലക്ഷ്യബോധം, മനോബലം, ഏത് പ്രവൃത്തിയും ചെയ്യുവാനുള്ള ആ ഒരു വിവേകത്തോടുകൂടി ചെയ്യുവാനുള്ള ആർജവം, അതുപോലെ തന്നെ ആ ഭഗവാന്റെ ആ 1000 നാമങ്ങൾ ജപിക്കുമ്പോൾ, നിത്യേന നാമം ജപിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഓർമ്മശക്തി, നമ്മുടെ ആ മാനസിക വലിപ്പത്തിൻ്റെ വ്യത്യാസം, ഇങ്ങനെ ധാരാളം ഗുണങ്ങളാണ് സഹസ്രനാമം ജപിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഭഗവാന്റെ സഹസ്രനാമം അത് നിത്യേന നാം ജപിക്കുമ്പോൾ, അത് അർത്ഥമറിഞ്ഞ് ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നിർവൃതി, അതിൻ്റെ ഒരു ലയനം, അത് വളരെ അവാച്യമാണ്. അപ്പോൾ അതും ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ അർത്ഥം വിവരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ ഭഗവാനിലേക്ക് വന്ന് ഭഗവാനെ ചേർത്ത് പിടിക്കുകയല്ല, ഭഗവാൻ നമ്മെ ചേർത്ത് പിടിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യവും ആത്മബലവും സന്തോഷവും കരുതലും ഒക്കെ ഭഗവാനിൽ നിന്ന് നാം അകന്നു കഴിയുമ്പോൾ നമുക്ക് ലഭിക്കുമോ എന്നുള്ളത് നാം ചിന്തിക്കണം. എല്ലാ കാര്യങ്ങളും, എല്ലാ കർമ്മങ്ങളും ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ട്, ഭഗവാന്റെ പത്മപാദങ്ങളിൽ ലയിപ്പിച്ചുകൊണ്ട് ഭഗവൽ ദാസനായി ജീവിക്കുന്ന ഒരു വ്യക്തിക്കുണ്ടാകുന്ന സ്വാതന്ത്ര്യവും മനോബലവും വിവേകവും സ്വസ്ഥതയും സന്തോഷവും സമാധാനവും സമചിത്തതയും ഒക്കെ ഭഗവാനിൽ നിന്ന് അകന്ന് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുമോ എന്നുള്ളത് നാം സ്വയം പരിശോധിക്കുകയും അതിനെ വിവേചനം ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഭഗവാനെ അറിയാതെ പോവുകയും ഭഗവാനെ ആശ്രയിക്കാതെ പോവുകയും ഭഗവാനിൽ പൂർണ്ണമായ സമർപ്പണം നടത്താതെ എല്ലാ കർമ്മങ്ങളും എൻ്റേതെന്ന് കരുതി ഞാൻ തന്നെ അതിനെ കൊണ്ടുപോവുകയും ചെയ്യുമ്പോൾ നാം അനുഭവിക്കുന്ന ആ ഭാരം, മനസ്സിൻ്റെ ഭാരം, ജീവിതത്തിൻ്റെ ഭാരം, പ്രശ്നങ്ങളുടെ ഭാരം, അങ്ങനെ നിരവധി ഭാരങ്ങൾ നാം സ്വയം വഹിക്കുന്നു. എന്നാൽ ഇതെല്ലാം വഹിക്കുവാൻ എനിക്കെൻ്റെ ഭഗവാൻ ഉണ്ടല്ലോ. ഭഗവാൻ കൂടെ ഉള്ളപ്പോൾ ഞാൻ ഏത് വിഷയമാണ് എനിക്കത് പ്രശ്നമായിട്ട് മാറുന്നത്? ഏത് വിഷയങ്ങൾ വന്നാലും, എന്ത് പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ ഭഗവാനാണല്ലോ എന്നെ താങ്ങി നിർത്തുന്നത്. ഭഗവാന്റെ ഇച്ഛ തന്നെയാണല്ലോ എൻ്റെ ജീവിതത്തിൽ നടത്തുന്നത്. ഭഗവാൻ എന്നിൽ അനുഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഈ കർമ്മങ്ങളൊക്കെ നടക്കുന്നതും മോശകർമ്മങ്ങൾ നടക്കാതെ പോകുന്നതും എന്ന പൂർണ്ണമായ സമർപ്പണ ബുദ്ധിയോടുകൂടി, വിവേചന ശേഷിയോടുകൂടി നാം ഭഗവാനെ പൂർണ്ണമായി
സമർപ്പണം ചെയ്ത് ജീവിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആത്മവിശ്വാസവും സന്തോഷവും സമാധാനവും ഒക്കെയുണ്ട്. എന്നാൽ ഭഗവാനിൽ നിന്ന് അകന്നു പോകുമ്പോൾ, അല്ലെ ഭഗവാനെ നാം വിസ്മരിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മുടേത് മാത്രമാണ്. അത് ഏറ്റെടുക്കാൻ അവിടെ ഒരാളുണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ ഭാരം കൊണ്ടാണ് നമ്മുടെയൊക്കെ ചുമലുകൾ തളരുന്നത്. മനസ്സുകളൊക്കെ വിങ്ങി പൊട്ടി പുറത്തു പറയാൻ വയ്യാത്ത വിഷമങ്ങളോടെ ഭാരത്തോടെ മനസ്സുകൊണ്ട് കണ്ണുനീർ വാർക്കുന്നത്. ഇതെല്ലാം ഈ പ്രശ്നങ്ങളൊക്കെ നമ്മുടേതാണെന്ന് നാം സ്വയം ഏറ്റെടുത്തുകൊണ്ട് ചെയ്യുന്നു. ഇതൊന്നും വഹിക്കുവാൻ ആരുമില്ല എന്ന് നാം ചിന്തിക്കുന്നു. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ കർമ്മങ്ങൾ ഓരോന്നും നാം ചെയ്യുന്നത് നമ്മിലിരിക്കുന്ന ആ ജീവനെ പ്രവർത്തിപ്പിക്കുന്ന ബോധം, അത് നമ്മിൽ ഇരിക്കുന്നത് കൊണ്ടാണ്. ഞാൻ എന്ന ആ ബോധ ചൈതന്യമാകുന്ന ഭഗവാൻ നമ്മിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഈ ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതും ചെയ്യാത്തതും മാറ്റിവെക്കുന്നതും ഉടൻ ചെയ്യുന്നതും എല്ലാം. ഏത് കർമ്മങ്ങളും ചെയ്യുന്നതും ഭഗവാൻ നമ്മിലിരുന്ന് നമ്മെ പ്രചോദിപ്പിക്കുന്നത് കൊണ്ടാണ്, നമുക്ക് നിർദ്ദേശം തരുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ നിർദ്ദേശത്തെ മാനിക്കാതെ ഇതെല്ലാം ഞാനാണ് ചെയ്യുന്നത്, ഞാൻ എന്ന് വെച്ചാൽ ശരീരം ആണിത് ചെയ്യുന്നത്, അതുകൊണ്ട് ഈ പ്രശ്നങ്ങളെല്ലാം അല്ലെങ്കിൽ ഈ വരുന്ന കർമ്മങ്ങളെല്ലാം എൻ്റേത് തന്നെയാണ് എന്ന് ഓർത്ത് ശരീരമാണ് ഞാനെന്നുള്ള ചിന്തയിൽ നമ്മൾ ആ ഭാരത്തെ എല്ലാം നമ്മുടെ ഹൃദയത്തിലെടുത്ത് വയ്ക്കുന്നു. എന്നാൽ എന്നിലിരിക്കുന്ന ഭഗവാനാണ് ഇതെന്നെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഭഗവാൻ എന്നിലില്ലെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ വെറും ജഡവസ്തുവായി മാറുന്നു. ഞാനിപ്പോൾ ജാഗ്രത്തിൽ സചേതനമായി ഇരിക്കുന്നത് കൊണ്ടാണ് ഈ കർമ്മങ്ങൾ ചെയ്യുന്നതും ഇതിനെക്കുറിച്ച് ആലോചിക്കുന്നതും ആലോചിച്ച ശേഷം ശരിയും തെറ്റുമൊക്കെ വേർതിരിച്ച് ഓരോന്നും പ്രവർത്തിപ്പിക്കുന്നതും. അപ്പോൾ ആ പ്രവർത്തന നിരതമായ ജീവിതം എന്നിൽ ഭഗവാൻ ഇരിക്കുന്നത് കൊണ്ട് മാത്രമാണ് സംഭവിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടേതല്ല കർമ്മങ്ങളല്ല, നമ്മെ കൊണ്ട് ചെയ്യിക്കുന്ന ആളിൻ്റെതാണ് കർമ്മം. നാം അതിൻ്റെ വെറുമൊരു ഉപകരണമാണ്. എപ്പോഴും ഇത് ഞാൻ പറയാറുണ്ട്. ആ ഉപകരണത്തിന് എന്തെങ്കിലും ഫീലിംഗ് ഉണ്ടാകാറുണ്ടോ? ഇല്ലല്ലോ. അത് പ്രവർത്തിപ്പിക്കുന്നവർക്കല്ലേ. ഒരു മെഷീന് വല്ല ഫീലും ഉണ്ടോ? അത് പ്രവർത്തിപ്പിക്കുന്ന വ്യക്തിക്കാണ് ആ മെഷീൻ നന്നായാലും മോശമായാലും അതിൻ്റെ പ്രൊഡക്ട്സുകളെ കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞതുപോലെ നാം ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങൾ, അത് നന്മയായാലും തിന്മയായാലും, അത് ഭഗവാനാണ് നമ്മെ കൊണ്ട് ചെയ്യിക്കുന്നത്. അത് ചെയ്യുന്ന ആളിനാണ് കർമ്മഫലം. അതായത് ഭഗവാനാണ് ഇതിനെ കൊണ്ട് ചെയ്യിക്കുന്നത്. അപ്പോൾ ആ കർമ്മവും കർമ്മഫലവും ഭഗവാനെ ഏൽപ്പിക്കുക. നമ്മൾ മനസ്സുകൊണ്ട് സ്വതന്ത്രരാകുക. അതിന് വിട്ടുകൊടുക്കുന്നില്ല നാം നമ്മെ. അതുകൊണ്ടാണ് ഇതെല്ലാം എൻ്റേത് തന്നെയാണ്, ഞാൻ തന്നെയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള കഠിനമായ ആ ഞാനെന്ന ബോധം നമ്മിൽ ഇരിക്കുന്നത്. എന്നെ അഴിച്ചു പണിയാൻ ഭഗവാന് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കുക. ഇതുവരെയും ഞാൻ മുന്നോട്ട് കൊണ്ടുപോയ, ഞാൻ തന്നെ നിർദ്ദേശിച്ച് അല്ലെങ്കിൽ എൻ്റെ തന്നെ തീരുമാനത്തിൽ കൊണ്ടുപോയ ജീവിതങ്ങൾ, കർമ്മങ്ങൾ, പ്രവർത്തനങ്ങളെല്ലാം പിഴച്ചുപോയി, അല്ലെങ്കിൽ അതെല്ലാം എന്നെ ഭാരപ്പെടുത്തുന്നതാണ്. ഈ ഭാരങ്ങളൊക്കെ മുന്നോട്ട് വഹിക്കുവാൻ എനിക്ക് കഴിയുന്നില്ല എന്ന തോന്നൽ ആർക്കൊക്കെ ഉണ്ടോ അവർ അവരുടെ ജീവിതത്തെ അഴിച്ചു പണിയാൻ ഭഗവാന്റെ മുന്നിൽ വിട്ടുകൊടുക്കുക. ഭഗവാൻ നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയും. അതിൽ പുതുക്കി പണിയുമ്പോൾ നമ്മുടെ ഇടപെടലിനേക്കാൾ കൂടുതൽ ഉണ്ടാകുന്നത് ഭഗവാന്റെ ഇടപെടലുകളായിരിക്കും അതിൽ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരികയും ഏത് ക്രൂരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് നാം കടന്നു പോകുന്നതെങ്കിലും അതിൽ നിന്ന് നമുക്ക് വളരെ വേഗം മോചനം ഉണ്ടാവുകയും ചെയ്യും. ആ മോചനം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നമ്മുടെ മനസ്സ് വരണമെങ്കിൽ ആദ്യമായി ചെയ്യേണ്ടത് ഭഗവാന്റെ മുന്നിൽ പൂർണ്ണമായി മനസ്സുകൊണ്ട് സമർപ്പണം ചെയ്യുക. ഭഗവാനെ നിരന്തരം സ്മരിക്കുക. ഭഗവാനെ നിരന്തരം സ്മരിക്കുവാൻ പെട്ടെന്ന് ഭഗവാൻ മനസ്സിലേക്ക് കടന്നു വരില്ല. അതിനുവേണ്ടിയാണ് നാമജപങ്ങളിലൂടെ ഭഗവാനെ സ്മരിക്കുക എന്ന് പറഞ്ഞത്. ഭഗവാൻ നമ്മളിൽ പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നമുക്കും ഭഗവാനും ഇടയ്ക്കുള്ള ഒരു അകലം കുറയുവാൻ
എൻ്റെ ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ് ഈ പ്രപഞ്ചം മുഴുവൻ നിലനിൽക്കുന്നതെന്നുള്ളൊരു ബോധത്തിൻ്റെ ആദ്യമായിട്ടുള്ള ഒരു കണിക വീഴുവാൻ, നമ്മുടെ ഉള്ളിൽ വീഴുവാൻ സഹായിക്കുന്ന ഒരു സ്തോത്രമാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം. അത് ജപിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഭഗവാന്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ചിന്തകളിലും ഒക്കെ കടന്നു വരും. മുൻപ് ഞാൻ ഒരുപാട് കാലത്തിന് മുമ്പ് ഈ സഹസ്രനാമത്തെക്കുറിച്ച് വിശദമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോഴും വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോഴും ഒക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഗുണം, നമ്മുടെ ഒരു 10 പേരെ എടുത്തു നോക്കിയാൽ അതിലൊരു 7 പേരും ഈ സഹസ്രനാമം ജപിക്കുന്നവർ തന്നെയാകും. എവിടെ നോക്കിയാലും അങ്ങനെ തന്നെയാവും. ഞാൻ ഒരിക്കൽ എൻ്റെ അമ്മയുടെ കൂടെ ഹോസ്പിറ്റലിൽ ഇരുന്നു. അപ്പോൾ ഞാൻ ആ വിഷ്ണു സഹസ്രനാമം ഞാൻ ജപിക്കുന്ന ആളാണ്. എങ്കിലും ഞാൻ അമ്മയുടെ അടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോൾ വെളുപ്പിനെ ഉണർന്ന് നോക്കുമ്പോൾ ഒരു വാർഡിലായിരുന്നു, ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൻ്റെ വാർഡിലായിരുന്നു. അപ്പോൾ തൊട്ടടുത്ത ബെഡിൽ ഇരിക്കുന്ന, അതിനടുത്ത ബെഡിലിരിക്കുന്ന ഒക്കെയും അവിടെ കൂട്ടിരിക്കുന്ന പ്രായമുള്ള അമ്മമാരും ഒക്കെയുണ്ട്. അവരൊക്കെ വെളുപ്പിനെ പോയി കുളിച്ചിട്ട് വന്നിട്ട് അവിടെ വന്നിരുന്ന് ആ ഈറനോടുകൂടി ഇരുന്ന് സഹസ്രനാമം ജപിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ കരുതി ഞാൻ മാത്രമേ ജപിക്കുന്നുള്ളൂ എന്ന്. പക്ഷേ ആ ആശുപത്രിയിൽ ഞാൻ ജപിക്കുന്നില്ലായിരുന്നു. ആശുപത്രിയുടെ സാഹചര്യത്തിൽ എനിക്ക് ജപിക്കാൻ തോന്നിയില്ല. പക്ഷേ മറ്റുള്ളവർ, മുതിർന്ന ആളുകൾ അവിടെ ഇരുന്ന് ജപിക്കുന്നു. അവർ ആ പരിമിതമായ സാഹചര്യം ഉണ്ടായിട്ടും അവിടെ പോയി കുളിച്ച് വൃത്തിയായി വന്ന് അവരവരുടെ സീറ്റുകളിൽ ഇരുന്ന് സഹസ്രനാമം ജപിക്കുന്നത് ഞാൻ കണ്ടു. അപ്പോഴാണ് എനിക്കത് മനസ്സിലാകുന്നത്. ഏത് സാഹചര്യത്തിലും അവരവർ ചെയ്യുന്ന കർമ്മങ്ങൾ കൃത്യമായി ചെയ്യുന്നു. ഹോസ്പിറ്റലോ അല്ലെങ്കിൽ അവിടുത്തെ തിരക്കോ സാഹചര്യങ്ങളുടെ പരിമിതിയോ ഒന്നും ഭഗവാനും അവരും തമ്മിലുള്ള ആ ഇടയ്ക്ക് വരുന്ന വ്യത്യാസത്തിന് തടസ്സമാകുന്നില്ല. അതൊക്കെയാണ് നിശ്ചയദാർഢ്യം. അപ്പോൾ അങ്ങനെ വേണം നാം ഓരോരുത്തരും ഒരു നിഷ്ഠയോടുകൂടി വേണം ഏത് കർമ്മങ്ങളും ചെയ്യാൻ. പറ്റുന്ന ദിവസം ചെയ്യാം, പറ്റാത്ത ദിവസം ചെയ്യണ്ട എന്നല്ല. എവിടെ ഇരുന്ന് വേണേലും നമുക്ക് നാമം ജപിക്കാം. നമ്മുടെ ഭവനത്തിലല്ല, അല്ലെ നമ്മൾ മറ്റൊരു സാഹചര്യത്തിലാണ് എങ്കിൽ പോലും നമുക്കിരുന്ന് ആ നാമം ജപിക്കാം. നമ്മൾ സ്ഥിരമായി സഹസ്രനാമം ജപിക്കുന്ന വ്യക്തികളാണെങ്കിൽ നമുക്കത് മനഃപ്പാഠമാവും. നമ്മൾ പിന്നീട് അതിൻ്റെ ബുക്കൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ അത് എപ്പോഴും ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും. ആ ഹൃദയത്തിൽ തന്നെ നോക്കിക്കൊണ്ട് നമുക്ക് ആ നാമം ജപിച്ചുകൊണ്ടിരിക്കാം. അപ്പോൾ അത് അർത്ഥമറിഞ്ഞ് ജപിക്കുമ്പോൾ കൂടുതൽ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. കൂടുതൽ ശ്രദ്ധ കിട്ടും. നാമജപങ്ങളിലൂടെ ശ്രദ്ധയോടുകൂടി നമുക്കത് ജപിക്കുവാൻ കഴിയും. നമ്മുടെ ജീവിതത്തെ വളരെ കൂടുതൽ സ്വാധീനിക്കുന്ന, മാറ്റിമറിക്കുന്ന ഒരു സഹസ്രനാമമാണ് വിഷ്ണു സഹസ്രനാമം. ചെറിയ കുട്ടികൾ ഉൾപ്പെടെ ജപിക്കുന്നത് ഏറ്റവും ശ്രേയസ്സാണ്. കുഞ്ഞുങ്ങളുടെ പഠിത്തത്തെ സഹായിക്കുന്നു. അത് അവരുടെ മനസ്സ് വഴിതെറ്റി പോകാതെ ഏകാഗ്രതയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വിഷ്ണു സഹസ്രനാമം സഹായിക്കും. അത് ധർമ്മബോധത്തെയാണ് വളർത്തുന്നത്. വിവേകചിന്തയെ, ശരിയും തെറ്റും തിരിച്ചറിയുവാനുള്ള വിവേകചിന്തയെ വളർത്തുന്നു. ആത്മബലം നൽകുന്നു. തളർന്നു പോകാതെ ഏത് സാഹചര്യത്തിലും നമ്മുടെ കുഞ്ഞുങ്ങൾ മുന്നോട്ട് പോയി ശരിയായ തീരുമാനത്തിലൂടെ അവരെ ജീവിതം പരിവർത്തനപ്പെടുത്തുവാൻ ഈ സഹസ്രനാമങ്ങൾ സഹായിക്കും. കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രായമുള്ളവർക്കും ആർക്കും, ചെറുപ്പക്കാർക്കും എല്ലാവർക്കും ജപിക്കുവാൻ പറ്റിയ, അവരുടെ ജീവിതത്തിന് വളരെ മാറ്റങ്ങൾ തരുന്ന, നമ്മുടെ മനസ്സിന് നിർണായകമായിട്ടുള്ള സാഹചര്യങ്ങളിൽ ആത്മബലം തരുന്ന, ഭഗവാന്റെ ശ്രദ്ധയെ എപ്പോഴും നമ്മോടൊപ്പം നിലനിർത്തുന്ന മന്ത്രമാണ് ആ വിഷ്ണു സഹസ്രനാമ സ്തോത്രം. അത് നിത്യേന ജപിക്കുവാൻ കഴിയുന്നത് ഏറ്റവും ഉത്തമമാണ്. എല്ലാ ദിവസവും അത് ജപിക്കുവാൻ ശ്രമിക്കുക. എല്ലാ പ്രഭാതങ്ങളിലും, അത് പ്രഭാതത്തിൽ എന്ന് വെച്ചാൽ വളരെ പ്രഭാതത്തിൽ തന്നെ ജപിക്കുക. കുളിച്ച് ശുദ്ധമായി ഏത് സാഹചര്യത്തിലും ഇരുന്ന് ജപിക്കുക. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം നമ്മളോടൊപ്പം എപ്പോഴും ഇരിക്കുവാൻ ഇത് വളരെ സഹായകരമാണ്. ഇങ്ങനെയുള്ള ജപങ്ങളും തപങ്ങളും ഒക്കെയായി ജീവിക്കുന്ന വ്യക്തികളുടെ ജീവിതത്തിൽ
ഭഗവാന്റെ അനുഗ്രഹം അവരുടെ പ്രശ്നങ്ങളെയൊക്കെ ദൂരീകരിക്കും, മനസ്സിനെ ശാന്തമാക്കും, സമചിത്തതയോടുകൂടി ഏതൊരു കാര്യത്തെയും കൈകാര്യം ചെയ്യാൻ കഴിയും. എല്ലാറ്റിനും ഉപരി മനോബലം നമ്മുടെ ഓരോ കർമ്മങ്ങളിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഭഗവാൻ അതിനുവേണ്ടി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും സഹസ്രനാമ ജപങ്ങളിലൂടെ അവനവൻ്റെ ഉള്ളിലെ ആ ബോധത്തെ ഉണർത്തുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാനമാക്കുവാനും കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും ദേവിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.